മദർ ഒരു നല്ല പ്രോജനിക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ പോകണം, എങ്ങനെയൊക്കെ ശോധനകർമ്മം ചെയ്യണം എന്നൊക്കെ ആയുർവേദം സജസ്റ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് സാധാരണ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ശുദ്ധി വരുത്തുക. അപ്പൊ അതാണ് ആയുർവേദം ആദ്യം പറയുന്നത്. നമ്മൾ മാനസികമായിട്ടും ഫിസിക്കലായിട്ടും നമ്മളൊരു പുതിയ കുട്ടിയെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ആ കുഞ്ഞിന്റെ മാതാവോ പിതാവോ തയ്യാറാവുക എന്നുള്ളതാണ് ആയുർവേദം പ്രീ കൺസെപ്ഷനിൽ പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിമം 3 months എങ്കിലും നിങ്ങൾക്ക് ഫുഡിന്റെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാം. നമ്മൾ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക, കൃത്യമായ സമയത്ത് സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഫോളിക് ആസിഡ് പോലത്തെ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ്, അതായത് നമുക്ക് ഇപ്പോ ഒരു ഹെവി ഫുഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് നമുക്ക് ക്രേവിങ്സ് വരുമ്പോഴൊക്കെ പുറത്തുനിന്ന് ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. നമ്മളെ വിരൽത്തുമ്പിലാണ് ഫുഡൊക്കെ. ഒരു സ്വിഗ്ഗി സൊമാറ്റോ ഇതിലൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എനി ടൈം നമുക്ക് ഇത്തരം ജങ്ക് ഫുഡ്സ് ക്രേവിങ്സ് വരുന്ന സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത്തരം ഫുഡൊക്കെ ഒഴിവാക്കി വളരെ ലഘുവായി ഈസി ആയി ഡൈജസ്റ്റ് ആവുന്ന സാധാ നമ്മുടെ ഒരു ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിലേക്ക് ക്രമീകരിച്ച് മെന്റലി ഫിസിക്കലി നമ്മൾ പ്രിപ്പയർ ആവാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടറെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മളെ ശുക്ലശോധന ഒരു മെയിലിനെ സംബന്ധിച്ചാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പേം വേണം ഒരു നല്ല പ്രോജനി ഉണ്ടാവുന്നെങ്കിൽ. അതുപോലെ തന്നെ ഒരു സ്ത്രീനെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു ഓവം വേണം. അപ്പൊ ഈ 2 കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിന് വേണ്ട മെഡിസിനൽ സപ്പോർട്ടും ആയുർവേദത്തിലുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു അവയർനെസ് സെഷനിലൊന്നും മെഡിസിനൽ സപ്പോർട്ടുകൾ എത്ര മെഡിസിൻ ഏത് കഴിക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ അടുത്തുള്ള ആളെ കണ്ടിട്ട് പ്രിപ്പയർ ആവുന്ന പാരന്റ്സ് റിസ്കുകൾ ഒഴിവാക്കാനായിട്ട് നല്ലൊരു പ്രോജനിക്കായിട്ട് പ്രീ കൺസെപ്ഷൻ കെയർ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അധികവും നമ്മൾ ഒരു ഫസ്റ്റ് മന്ത് ഒക്കെ കഴിഞ്ഞ് ഒരു 1.5 month ഒക്കെ ആകുമ്പോഴാണ് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ അറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ലക്ഷണങ്ങൾ ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ സ്വതവേ ഒരു മിസ്ഡ് പീരിയഡ്, അതായത് ഇതില് ഡോക്ടേഴ്സ് അല്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നത്. മിസ്ഡ് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ സൈക്കിള് തെറ്റി വരിക, ക്രമം തെറ്റിയിട്ട് അർത്ഥം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ചെറിയ സ്പോട്ടിനെ പോലെ മാത്രം കാണാം, നോക്കാനും ഛർദി അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണാം, ചെറുതായിട്ട് അബ്ഡോമിനൽ പെയിൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ UPT നമുക്ക് വീട്ടിൽ തന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുക. ആൻഡ് ഫർദർ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യണം. അത് സിവിയർ ആയിട്ട് ലോവർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടെങ്കിൽ അതിനൊരു റെഡ് സൈൻ, അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്. ചില ആളുകൾക്ക് ഫെലോപ്പിയൻ ട്യൂബിൽ പ്രഗ്നൻസി വരാറുണ്ട്. അപ്പോൾ അത് അല്ലല്ലോ എന്നുള്ളത് നമ്മൾ എന്തായാലും ഡയഗ്നോസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് പ്രഗ്നന്റ് ആണ് അറിഞ്ഞു കഴിഞ്ഞാൽ UPT പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒത്തിരി മന്ത്സ് കെയർ ചെയ്യാതെ കൊണ്ട് നടക്കാതെ പെട്ടെന്ന് തന്നെ ഫസ്റ്റ് USG ഒക്കെ ഒരു 2 months ഉള്ളിൽ ചെയ്ത് അതിനെ യൂട്രൈൻ പ്രഗ്നൻസി അല്ലെങ്കിൽ നമ്മുടെ യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ആണോ ഗർഭധാരണം എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യണം. പിന്നെ വൺസ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് ആദ്യത്തെ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ പറയുന്നത് പാലാണ്. പാലെന്ന് പറയുമ്പോൾ ഏറ്റവും സമീകൃതമായിട്ടുള്ള ഒരു ആഹാരമാണ്. പാലിൽ നമ്മുടെ വൈറ്റമിൻസിൽ C അല്ലാത്ത എല്ലാ വൈറ്റമിൻസും ഫോളിക് ആസിഡും പ്രോട്ടീനും കാർബ്സും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ അത് മെഡിക്കേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് അല്ലാതെ തന്നെ നമുക്ക് ആദ്യത്തെ മാസത്തിൽ പാല് കുടിക്കാം. മിക്കവാറും കൺസീവ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിൾസ് ആണെങ്കിൽ അവർക്ക് ആ ഒരു പ്രീ പ്ലാനിങ്ങിൽ തന്നെ ഈ പാലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. വൺസ് കൺസീവ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗർഭധാരണം കൺഫേം ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറുന്തോട്ടി പാൽ കഷായം വെച്ച് കഴിക്കാം. കുറുന്തോട്ടി ഒരു 15 gram ഒക്കെ. ഇത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി കണ്ടീഷൻ നമുക്ക് പേടിക്കാതെ തന്നെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്നാലും എന്തെങ്കിലും ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഡോക്ടറിന്റെ അഡ്വൈസും കൂടെ എടുക്കാം. ഒരു 15 grams ഒക്കെ നമ്മൾ
സമൂലമാണ് എടുക്കാറ്, അതായത് ഫുൾ ആയിട്ട് അതിന്റെ വേരോട് കൂടിയിട്ടാണ് എടുക്കാറ്. 15 ഗ്രാംസ് ഒരു ചെറിയ പിടിയൊക്കെ കെട്ടി ഒരു 150 മില്ലി പാല് 150 മില്ലി വെള്ളവും ചേർത്ത് പാലാക്കി വറ്റിച്ചെടുക്കുന്നതാണ് കുറുന്തോട്ടി പാൽ കഷായം. ഇത് ആദ്യത്തെ മാസവും അല്ലെങ്കിൽ ആദ്യത്തെ 3 മാസവും കഴിക്കുന്നത് ഒരു ഗർഭത്തിന് അതിന്റെ ഒരു സ്റ്റെബിലിറ്റി, അതായത് ഒരു അബോർഷൻ ഒന്നും ഇല്ലാത്ത നല്ല ഗ്രോയിങ്ങിലായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രിപ്പറേഷൻ ആണ്. അതന്നെ നമുക്കൊരു ത്രൂ ഔട്ട് 9 months വേണമെങ്കിലും കഴിക്കാം. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പ്രഗ്നൻസി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് കുറുന്തോട്ടി. കുറുന്തോട്ടിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭത്തിനെ പോഷിപ്പിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കി വേദനകൾ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കുറയാനും കുറുന്തോട്ടിയുടെ പാൽക്കഷായം ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഫസ്റ്റ് 3 months പിന്നെ ഉണ്ടാവുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വോമിറ്റിംഗ് ആണ്. അപ്പൊ വോമിറ്റിങ്ങിന് നമ്മൾ എപ്പോഴും ചില ആളുകള് നമ്മള് ആന്റാസിഡ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് കൂടിയിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഒക്കെ ആന്റിബയോട്ടിക്സ് ഒക്കെയാണ് എടുക്കാറ്. അപ്പൊ അതിന്റെ പകരം നമുക്ക് നമ്മളുടെ ഭക്ഷണ രീതിയിൽ, കാരണം ആഹാരം തന്നെയാണ് ഔഷധം എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കേറ്റഡ് ഫുഡ്സ് ഫോളോ ചെയ്യാന്നുള്ളതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ അവിടെ ഏറ്റവും നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു എമർജൻസി ആയിട്ട് വെക്കേണ്ട ഒരു സാധനം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മലരാണ്. മലർ പൊടിച്ചിട്ടിട്ട് വെള്ളം ഇച്ചിരി പഞ്ചസാര ചേർത്ത് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം ഒരു ടേസ്റ്റിന്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുക ഇളനീർ വെള്ളം കുടിക്കാം. പിന്നെ മലര് തിളപ്പിച്ച് ആ വെള്ളം കുടിക്കാം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ മാക്സിമം പഞ്ചസാരൊക്കെ ഒഴിവാക്കാം. അവര് ഇളനീരൊക്കെ കുടിക്കുകയാണെങ്കിൽ സിപ്പായിട്ട് പല ടൈമിലായിട്ട് ചെറിയ അളവിൽ മാത്രം കുടിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഫസ്റ്റ് മന്തിൽ നമുക്കൊരു എക്സ്ട്രാ കുഞ്ഞിന് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ കാലറീസിന്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഫ്ലൂയിഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്. അപ്പൊ നമ്മൾ പറയാറ് ചെറുതായിട്ട് വെജിറ്റബിൾ സൂപ്പ് പോലെയോ അല്ലെങ്കിൽ മീറ്റ് സൂപ്പ് പോലെയോ ഒക്കെ ആയിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ട് ഈസി ഡൈജസ്റ്റ് ആവും ഈ സൂപ്പുകളൊക്കെ. അപ്പൊ വളരെ തിൻ കൺസിസ്റ്റൻസിയിൽ ഒരു വെള്ളത്തിന്റെ ഫോമിലായിട്ട് ചെറിയ അളവിൽ എടുക്കായിരിക്കും. അപ്പൊ അത് നല്ല ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യും, നമ്മളെ കുഞ്ഞിന് വേണ്ട പോഷണം കിട്ടുകയും ചെയ്യും. നമുക്ക് ആ ഒരു ഒരുപാട് ഛർദിച്ച ക്ഷീണോ അല്ലെങ്കിൽ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും വരാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ട്രൈമസ്റ്റർ, അടുത്ത 3 മാസം. ഈ ഒരു 3 മാസത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും നമുക്ക് ന്യൂട്രീഷൻ എക്സ്ട്രാ വേണ്ട മാസങ്ങളാണ്. അതായത് ഒരു 350 കിലോ കാലറി വരെ നമുക്ക് എക്സ്ട്രാ കഴിക്കാം. അപ്പൊ സ്വതവേ ഉള്ളൊരു സംശയമാണ് 350 കിലോ കാലറി എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ഇരട്ടി കഴിക്കണോ അല്ലെങ്കിൽ എത്രത്തോളം കഴിക്കണം എന്നുള്ളത്. സാധാരണ ഉള്ള ഒരു സ്ത്രീ, അതായത് പ്രത്യേകിച്ച് ജോലി ഭാരമൊന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലി അല്ലെങ്കിൽ ചെറിയ അധികം ആയാസമില്ലാത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 1800 തൊട്ട് 2000 കിലോ കലറി വരെയാണ് അവരുടെ കാലറി ഇൻടേക്ക് പറയുന്നത് നോർമൽ ലേഡീസിൽ. അതല്ല കുറച്ചും കൂടി എക്സസൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെവി വർക്കൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, കുറച്ച് ജോലി ഭാരങ്ങളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്നത് ഒരു 2500 വരെയൊക്കെ കാലറീസ് എടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു 300 മുതൽ 350 കിലോ കാലറി വരെയാണ് ഈ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് എക്സ്ട്രാ കൊടുക്കുന്നത്. അപ്പൊ അതിന് ഒരു ഗ്ലാസ് പാല്, പിന്നെ അതൊരു ഓട്സ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് 2 മുട്ട, പിന്നെ അതുപോലെ തന്നെ ഒരു നേന്ത്രപ്പഴം, ഇത്ര ആവുമ്പോൾ തന്നെ ഏകദേശം 300 ഒരു 5 നട്ട്സ് 300 കിലോ കാലറിയുടെ അടുത്തേക്ക് എത്തി. അപ്പൊ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ കുട്ടിയുടെ നറിഷ്മെന്റിന് എന്ന് പറഞ്ഞിട്ട് ഒരു 2 കോരി ചോറ് കഴിക്കുന്നിടത്ത് 4 കയ്യില് ചോറ് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവുന്നില്ല. ആ ഒരു സമയത്ത് നമ്മൾ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിന്റെ ഐറ്റം വൈറ്റ് റൈസ് ഒക്കെ ഒന്ന് മാറ്റി മട്ട റൈസിലേക്ക് ചേഞ്ച് ചെയ്യുക, റെഡ് റൈസിലേക്ക് ചേഞ്ച് ചെയ്യുക, 2 കപ്പ് റൈസ് ഒക്കെ ആയിട്ട് ചുരുക്കുക. എന്നിട്ട് സൈഡ് ഏറ്റവും കൂടുതൽ ഫോളിക് റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മള് ഇലക്കറികള്, അതുപോലെ വെജിറ്റബിൾസിൽ ഫ്രഷ് ആയിട്ട് സാലഡ് ഫോം ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്, പൾസസിൽ നമ്മൾ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കില്ല, അതായത് ചെറുപയർ മുളപ്പിച്ചത്, അങ്ങനത്തെ ആഹാരങ്ങളുടെ സൈഡ് ഡിഷുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക, മോര് കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ നമ്മൾ ഐറ്റംസ് ഗ്രീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കൂട്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് കാർബ്സിന്റെ കണ്ടന്റ് കുറച്ച് ഈ മീൽസ് ഒരു 4 നേരോ 5 നേരോ ആയിട്ട് ചെറുതാക്കി എടുക്കുകയാണ് എപ്പോഴും
ഈ 4, 5, 6 മന്ത്സിൽ നമുക്ക് സേഫ്. കാരണം ഈ 4 മാസത്തിലാണ് മെയിൻ ആയിട്ട് ഡയബറ്റിസ് ലാസ്റ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും, ഒരു 6 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ഡയബറ്റിസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ 20 വീക്സ് കഴിയുമ്പോഴാണ്, 20 ആഴ്ച കഴിയുമ്പോഴാണ് അധികം ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അപ്പൊ ചിലപ്പോൾ ചില ആൾക്കാർ പെട്ടെന്ന് ഭയങ്കര ശക്തമായിട്ടുള്ള തലവേദന, യൂറിനിൽ കുറച്ച് പത പോലെ വരാം, അതുപോലെ തന്നെ അവർക്ക് സിവിയർ ആയിട്ട് ശ്വാസം മുട്ടുന്ന പോലത്തെ ഫീച്ചേഴ്സ്, നല്ല നീര് കാലിന് വരിക, ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ കാണുമ്പോഴാണ് നമ്മള് ശരിക്കും ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മളെ യൂറിൻ ഔട്ട്പുട്ട് കുറയുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് BP ചെക്ക് ചെയ്യുക. BPയും കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബേബിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കാരണം ഈ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നത് പ്രീക്ലാംഷ്യ എന്നാണ്. പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രഷർ ഇത് കുട്ടിയിലേക്കുള്ള ഗ്രോത്ത്, കുട്ടിക്ക് വേണ്ട നറിഷ്മെന്റ് കൊടുക്കാണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് ബ്രെയിനിൽ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ബ്രെയിനിന് ഊർജ്ജം വേണം, ആ ഒരു ഊർജ്ജം കുറയുന്ന കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പൊ നമ്മൾ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അമിതമായിട്ടുള്ള ഉപ്പ്, എരിവ്, പുളി അങ്ങനത്തെ പല സാധനങ്ങളും കുറയ്ക്കുക, മൈൻഡായിട്ട് എക്സസൈസ് ചെയ്യുക. ആയുർവേദം വ്യായാമത്തിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ചെറുതായിട്ട് നമുക്ക് യോഗ ചെയ്യാം. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കയറി കിടക്കുക, ഒരുപാട് റെസ്റ്റ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 to 10 minutes ഒക്കെ എന്തായാലും ഒരു ചെറിയ മൈൻഡ് വാക്ക് കൊടുക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രം ഉച്ചയുടെ ശേഷം നമ്മളൊരു 1 hour വരെയൊക്കെ നിൽക്കുകയാണെങ്കിൽ പകല് റെസ്റ്റ് ചെയ്യാം. ഇപ്പൊ നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും നല്ലൊരു സ്ലീപ്പ് കൊടുക്കുക. ഇതൊക്കെ ഈ ഒരു കാല് ചെറിയൊരു തലണ വെച്ച് കാലിന് ഉയർത്തി കിടക്കുക, ഇടതുവശത്തിൽ തിരിഞ്ഞു കിടക്കുക, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഹൈപ്പർ ടെൻഷൻ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമുക്ക് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇവിടെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇച്ചിരി നെയ്യ്, വെണ്ണ, അങ്ങനെ പാലുൽപ്പന്നങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ കഴിക്കാം. ആ സമയത്ത് കാപ്സ് കട്ട് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ, അല്ലെങ്കിൽ അത് ഓവർ ആയിട്ടുള്ള ഒരു ഫാറ്റ് അക്യുമുലേഷൻ വരും. പിന്നെ ഇതേ മാസങ്ങളിലാണ് നമ്മുടെ വയറിന് കുറച്ച് വലുപ്പം വെക്കുന്നതും പിന്നെ ചില ആളുകൾക്ക് സ്ട്രെച്ച് മാർക്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എല്ലാവരും കോസ്മെറ്റോളജിയിൽ ഭയങ്കരമായിട്ട് കോസ്മെറ്റിക് പ്രശ്നങ്ങളെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പം സൗന്ദര്യ സംരക്ഷണത്തിനും ആയിക്കോട്ടെ, നമ്മളുടെ ഒരു ജനറൽ വെൽബീങ്ങിനായിക്കോട്ടെ, എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് ആ സമയത്ത് ചെയ്യാം. നിങ്ങൾ സാധാരണ തേച്ച് വരുന്ന എണ്ണകൾ എന്തായിക്കോട്ടെ അതാണ് കണ്ടിന്യൂ ചെയ്യാൻ ഏറ്റവും നല്ലത്. പെട്ടെന്ന് ഒരു ദിവസം മുലപ്പാൽ ഉണ്ടാവാനായിട്ട് നല്ലെണ്ണ ഗർഭകാലത്ത് തേക്കണം എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് നല്ലെണ്ണ തേച്ച് ഡെലിവറി ആകുമ്പോഴത്തേക്കും സിവിയർ ബാക്ക് പെയിനും നെക്ക് പെയിനും ഒക്കെ ആയിട്ടാണ് പല പേഷ്യൻസും വരുന്നത്. അപ്പൊ ഇന്ന് ആർക്കും ശീലമില്ലാത്ത എണ്ണകൾ പെട്ടെന്ന് ഒരു ദിവസം ദയവ് ചെയ്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കരുത്. കാരണം നല്ലെണ്ണ എല്ലാവർക്കും പറ്റില്ല. അപ്പൊ ഓരോ ആളുകൾക്ക് പറ്റുന്ന ഓയിൽസ് അത് നിങ്ങൾ യൂസ് ചെയ്ത് ശീലിച്ച ഏതാണോ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളത് വെച്ചാൽ അതന്നെ ആ കാലഘട്ടത്തിൽ ഫോളോ ചെയ്യാനും നല്ലത്. പിന്നെ ചെറുതായിട്ട് എണ്ണത്തീപ്പൊക്കെ മേല് തേച്ച് കുളിക്കാം ഈ സമയത്ത്. ധാനപരം തൈലാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല വയറിന് ഇച്ചിങ്ങോ സ്ട്രെച്ച് മാർക്ക് കൂടുതലുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി പിണ്ടതൈലം, അതുപോലെ നാൽപ്പാമരാതി തൈലൊക്കെ നിങ്ങൾക്ക് പരത്താം. ഒരിക്കലും അമർത്തി മസാജ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രഷർ കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. വളരെ മൈൽഡായിട്ട് നമ്മളൊരു കുഞ്ഞിനെ തലോടുന്ന പോലെ നമ്മളുടെ ബോഡീനെ വളരെ ശ്രദ്ധയോടുകൂടെ മാത്രം ഓയിൽ മസാജ് ചെയ്യുക. സെൽഫായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് സഹിക്കുന്ന ആ ഒരു കുഞ്ഞു ചൂടുവെള്ളത്തിൽ മാത്രം കുളിക്കുക. അല്ലാതെ നമ്മളിപ്പോ പെട്ടെന്ന് നല്ല തിളച്ച വെള്ളത്തിൽ കുളിക്കുക അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുക, ഈ രണ്ടും ഈ ഒരു സമയത്ത് അത്ര നല്ലതല്ല. പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് 350 കാലറീസ് എക്സ്ട്രാ എടുക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ അതില് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആയുർവേദത്തിന് പാട്ടിന് ആഡ് ചെയ്യാൻ പറ്റിയതാണ് പാൽക്കഞ്ഞികള്. അപ്പൊ വേറെ ഹൈപ്പർ കൊളസ്ട്രോളിക് അല്ല, അതായത് ഒത്തിരി കൊളസ്ട്രോൾ ലെവൽ ഒന്നും കൂടുതലില്ല, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഒരു ഈവനിങ് 7 ഒക്കെ ആവുന്ന സമയത്തേക്കും ഡിന്നർ ആയിട്ടുള്ള പോർഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽക്കഞ്ഞി ആയിട്ട് കഴിക്കാം. അപ്പൊ ഓരോ മാസം വരുമ്പോഴത്തേക്കും ഈ 6th മന്ത് 7th മന്തിൽ പാൽക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മളെ നീരിങ്ങില് ഇവിടെ എല്ലാവർക്കും അറിയുണ്ടാവും, വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ നീര് വരിക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ 8th മന്ത് ആവുമ്പോഴത്തേക്കും 7, 8 ഒക്കെ ആവുമ്പോഴത്തേക്കും സിവിയർ നീരാണ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ കുറയ്ക്കാനായിട്ട് നെരിഞ്ഞിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു 15 grams നെരിഞ്ഞിൽ ആഡ് ചെയ്തിട്ട് നന്നായി ബോയിൽ ചെയ്തിട്ട്
അതൊരു കാൽഭാഗമാക്കി മാറ്റുക. എന്നിട്ട് നവരയുടെ അരിയാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മൾ കഞ്ഞി വെക്കുന്ന പോലെ നവര നന്നായി വേവിച്ചിട്ട് അതിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ കഷായം ആഡ് ചെയ്ത് സ്ലോ ആയിട്ട് അതൊരു മിക്സ്ചർ ആവുന്ന വരെ കുക്ക് ചെയ്ത് അത് ഒരു നൈറ്റ് ടൈം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നറിഷിംഗും ആണ്. ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ നറിഷ്മെന്റിനും നല്ലതാണ്. അപ്പൊ അതൊരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് ആയുർവേദത്തിന്റെ പാർട്ടിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഡയറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നെയ്യ് കുടിക്കാൻ കൊണ്ടുപോകാന്നൊക്കെയുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇത് എന്താ വെച്ച് കഴിഞ്ഞാല് നെയ്യ് എപ്പോഴും നമുക്ക് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാധനമാണ് നെയ്യ്. എല്ലാ ന്യൂട്രിയൻസും നെയ്യുണ്ട്. നെയ്യ് കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് വെക്കുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് എല്ലാവർക്കും. അപ്പൊ നെയ്യ് നമ്മൾ കുടിക്കുക പറഞ്ഞ ഒത്തിരി അല്ല, വളരെ ചെറിയ അളവിൽ 3 to 10 grams വരെ ഓരോ ആൾക്കാരുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ട് നെയ്യ് കുടിക്കാം. അതൊക്കെ ഒരു ഡോക്ടറുടെ അഡ്വൈസിന് മാത്രം ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഓരോ മാസത്തിലുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് 3 months ആ ഒരു ഗർഭ സ്ഥാപനത്തിന്, അതായത് ഗർഭം അവിടെ നിലനിൽക്കാനായിട്ട് നമുക്ക് ഫലസർഫസ് പോലത്തെ നെയ്കളുണ്ട്. അതൊക്കെ ഡോക്ടേഴ്സിന്റെ അഡ്വൈസ് എടുക്കണം. ഉണ്ട് എന്നുള്ളത് നിങ്ങളെ ധരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് അനീമിക് ആവാനോ കുറച്ച് കൂടുതൽ നറിഷ്മെന്റ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് തളർച്ച അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടി സപ്പോർട്ടീവ് ആയിട്ടുള്ള നെയ്കൾ കഴിക്കാം. ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ ബെഡ് ടൈമോ അല്ലെങ്കിൽ മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിലോ നമുക്ക് എടുക്കാൻ പറ്റും ചെറിയ ഡോസിൽ. അത് നിങ്ങളുടെ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എന്ത് എടുക്കണം എപ്പോൾ എടുക്കണം എന്നൊക്കെ ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു പീരീഡിൽ ഇങ്ങനെയും അവസാനത്തെ ട്രൈമസ്റ്ററിൽ സുഖപ്രസൂതികൃതം, അത് സുഖപ്രസവാധികൃതം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള നെയ്കളുണ്ട്. ഈ നെയ്യൊക്കെ ലാസ്റ്റിലേക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പെരിനിയൽ റീജിയൻ, അതായത് വെജൈനൽ പാർട്ട് അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള മസിൽസ്, അതിനൊക്കെ നല്ലൊരു റിലാക്സേഷനും നല്ലൊരു ഓയിൽ, നമ്മൾ പുറത്തുനിന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ ഇന്റേണലി ഈ ഓയിൽ അവിടെ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഡെലിവറി ടൈമിലുള്ള ഒരു പെയിന് കുറയാനും അവിടെ സുഖമായിട്ട് ഡയലറ്റേഷൻ വരാനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഒരു ചിട്ടയില് നമ്മുടെ ആയുർവേദ പാൽ കഷായങ്ങളും നെയ്കളും ഒക്കെ കുടിച്ചു വരുന്ന ഒരു ലേഡിക്ക് ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള ലേബർ ഉണ്ടാവില്ല. വളരെ സുഖമായി കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട്, വേദന ഇല്ലാണ്ട് പ്രസവിക്കുന്നതല്ല, പക്ഷെ അതിന്റെ ഒരു ഡ്യൂറേഷൻ കുറവും ആ ഒരു ഡയലറ്റേഷൻ ഫാസ്റ്റ് ആയിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇതിലൊക്കെ പലരും റിസർച്ച് ചെയ്തിട്ട് ക്ലിനിക്കലി തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ റിസർച്ചും ഒക്കെ ഉണ്ട്. നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചു പോയാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്നും കൂടെ ഡീപ്പായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നെയ്യ് കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെറും ആചാരമായിട്ടോ ചടങ്ങായിട്ടോ കാണാതെ ഒരു നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ അഡീഷൻ എന്നുള്ള രീതിയിൽ ഒരു കുഞ്ഞു കണക്കിന് പോകുന്നത് എല്ലാ ട്രൈമസ്റ്ററിലും നല്ലതാണ്. അണ്ടർ സൂപ്പർവിഷൻ ഓഫ് ഡോക്ടർ. സെൽഫായിട്ട് ഏതെങ്കിലും നെയ്യ് വാങ്ങി കഴിക്കരുത്. അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ആകെ നെയ്യ് നമ്മളുടെ പശു നെയ്യ് ഭക്ഷണത്തിനോട് ചേർത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് ഹോം മെയ്ഡ് ആയിട്ടുള്ളത് റൈസിന്റെ കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിച്ചാൽ അതും ഇനഫാണ്. മെഡിക്കേറ്റഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നും കൂടെ നമുക്ക് എക്സ്റ്റേണൽ തെറാപ്പീസ് ആണ് ആയുർവേദം ഒന്നും കൂടെ ശീലിക്കാൻ പറയുന്നത്. അതായത് എണ്ണ തേച്ച് കുളി ഒന്നും കൂടെ കൂട്ടി ചെയ്യാനാ പറയുന്നത്. നന്നായിട്ട് തന്നെ കൂടുതൽ സമയം എടുത്ത് എണ്ണ തേച്ച് കുളിക്കുക. വെരിക്കോസ് വെയിൻ ഒക്കെ കൂടുന്ന ഒരു സമയമാണ്. അപ്പൊ കാലിന് നമ്മൾ അപ്വേർഡ് ആയിട്ട് മസാജ് ചെയ്യാം. അതായത് കാലിന്റെ പാദത്തിൽ നിന്ന് മുട്ടിലേക്കുള്ള ഡയറക്ഷനിൽ നമ്മൾ മെല്ലെ എണ്ണ തടവി കൊടുക്കുക. കർപ്പൂരാതി തൈലൊക്കെ മതി. വളരെ ഫെമിലിയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തൈലാണ്. അപ്പൊ അതന്നെ ഇനഫാണ്. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കാല് കഴുകി കൊടുക്കാം. കുറച്ചു നേരം കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ കാല് ഉയർത്തി വെച്ച് ഇടതുവശം ചേർന്ന് കിടക്കുക. ഇതൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആവാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ മന്ത് കഴിഞ്ഞ് ഒരു 8 month കഴിഞ്ഞ് 9th സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഓയിൽ മസാജ് എന്നുള്ളത് ഒന്നും കൂടെ നമുക്ക് വേറെ രീതിയിലേക്ക് ചെയ്യാം. അതായത് സുഖപ്രസവം കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് വജൈനൽ ഏരിയ അല്ലെങ്കിൽ യോനി ഭാഗമൊക്കെ വികസനം വരണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കുറച്ചും കൂടെ യോനി ഭാഗത്തേക്ക് ഓയിൽ വെച്ച് മസാജ് ചെയ്യാൻ പറയുന്നത് ഈ 9th month നമ്മൾ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ കുറച്ച് ഓയിലൊക്കെ എടുത്ത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ദാനന്തരം തൈലാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഡോക്ടറെ കണ്ടതിന് ശേഷം അവരെ അഡ്വൈസ് എടുത്തിട്ട് ചെയ്യുക എങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ. അപ്പം അത് അപ്ലൈ ചെയ്യുക.
പിന്നെ ഇന്റേണലി ആണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ക്ഷീരബലം പോലത്തെ കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ മഹാദാനന്തരം ഗുളിക ഗർഭരക്ഷണിയായിട്ട് കഴിക്കുന്നതാണ്. ഡെയിലി ഒരു 2 എണ്ണം വരെയൊക്കെ കഴിക്കാം, മോർണിംഗ് ഈവനിങ് ഒക്കെ ആയിട്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ലാസ്റ്റ് മന്ത് ഒന്നും കൂടെ വയറെല്ലാം വലുതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു അബ്ഡോമിന് കുറച്ചും കൂടെ ആ ഒരു പ്രഷറൊക്കെ നമുക്ക് ചെസ്റ്റിലോട്ടാ വരിക. എസ്പെഷ്യലി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ വയറ് നല്ല കൂടുതലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് ഈ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പൊ ആ ഒരു ടൈമിൽ ഈ മഹാദാനേന്തരോ ജീരകം വറുത്ത വെള്ളത്തിൽ കഴിക്കുന്നതൊക്കെ ഒത്തിരി നമ്മളെ ഈ ഗ്യാസ്ട്രൈറ്റിസിനും ഈ വായ്പൊമ്പത്തിനും ഒക്കെ കംഫർട്ട് ചെയ്യും. പിന്നെ ഇതേ പീരീഡിൽ നമുക്ക് കൂടുതൽ കാണാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷൻ കോൺസ്റ്റിപ്പേഷനും ബ്ലീഡിങ്ങും ആണ്. ചെറിയ രീതിയിൽ പൈൽസിന്റെ പ്രോബ്ലം ഒക്കെയാണ് അധികം ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ക്ലിനിക്കിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറ് പൈൽസ് കേസ് ആണ് ഒരു 8 months കഴിഞ്ഞാൽ കാണാം. അപ്പൊ അധികവും സംഭവം വാട്ടർ ഇൻടേക്ക് കുറവായിരിക്കും. അപ്പോൾ വാട്ടർ ഇൻടേക്ക് ഫസ്റ്റ് ആയിട്ട് ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഈ ഒരു പീരീഡിലും ഭയങ്കര നിർബന്ധമാണ്. പിന്നെ അങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചുവന്നുള്ളി, ചേന അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് നമ്മുടെ ഫുഡിൽ മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മോര് നല്ലതാണ്, മോര് കൂട്ടി കഴിക്കുക. പിന്നെ ത്രിബല ചെറിയ അളവിൽ ഡോക്ടർ അഡ്വൈസ് എടുത്തിട്ട് ബെഡ് ടൈമിൽ നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ മോഷൻ ഒന്നും കൂടെ ഒന്ന് ലൂസ് ആവും. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രൂട്ട്സ് അധികം ആൾക്കാർ ജ്യൂസ് ആക്കി അരിച്ച് കഴിക്കുന്ന ആൾക്കാരായിരിക്കും. മാക്സിമം ചവച്ച് കഴിക്കാൻ നോക്കുക റോ ആയിട്ട് തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ നാര് കളയാതെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം. അധികം ഹെവി ആക്കാതെ ലൈറ്റ് ആയിട്ടുള്ള ഫോമിൽ എടുത്താൽ കുറച്ചും കൂടി നന്നായിട്ട് മോഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ പീരീഡിൽ തന്നെ ഡയബറ്റീസിന്റെ ഇഷ്യൂ വരുമ്പോൾ പലർക്കും ഉണ്ടാവുന്നത് വജൈനൽ ഇച്ചിങ് ആണ്. വജൈനൽ ഇച്ചിങ് വരുമ്പോൾ നമ്മൾ ത്രിഫല വെച്ചിട്ട് ക്ഷാളനം ചെയ്യുക. ക്ഷാളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്യുക. ത്രിഫലത്തോട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും ഉള്ള ഒരു സാധനമാണ്, നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. ത്രിഫല ചൂർണം വാങ്ങി വെക്കുക. അതൊരു ഇച്ചിരി ഒരു 1 ലിറ്റർ 2 ലിറ്റർ വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഒരു ട്രൈമസ്റ്ററിൽ നമ്മൾ എപ്പോഴും ഒരു ലൈറ്റ് കളർ ഡ്രസ്സസ് ആണ് പ്രിഫർ ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ നല്ല ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു വൈറ്റ് കളർ ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ലൈറ്റ് കളർ കോട്ടൺ വെയേഴ്സ് ഒക്കെയാണ് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്. കോട്ടൺ വെയർ ആണ് എപ്പോഴും നമുക്ക് പ്രഗ്നൻസിയിൽ ഏറ്റവും കംഫർട്ട്, നമുക്ക് കൂടുതൽ ഒരു നമ്മളൊരു പ്രകൃതിയോട് ഇറങ്ങിയിട്ട് തന്നെ പറയാം, ആ രീതിയിൽ കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സസ് ചൂസ് ചെയ്യാം. പിന്നെ വാട്ടർ ബ്രേക്കേജ്, പെട്ടെന്ന് വെള്ളം പോവുക, അതൊക്കെ എമർജൻസി ആയിട്ടുള്ള സൈൻസ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നോക്കാം. പിന്നെ വാട്ടറിന്റെ കാര്യം മനസ്സിലാവും. നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഈ മിക്കവാറും ആൾക്കാർ പറയും വെള്ളം കുറവ് വരുന്നുണ്ട്, യൂട്രസിനുള്ളിൽ വെള്ളത്തിന്റെ അളവ് കുറവാന്ന് പറഞ്ഞു ഡോക്ടർ. അതേപോലെ തന്നെ വെള്ളം കൂടുതലാണെന്നും പറയുന്ന 2 കണ്ടീഷനും കാണാറുണ്ട്. കുറവുള്ള കേസിൽ നമ്മളുടെ തേങ്ങാ വെള്ളം അതുപോലെ തന്നെ ഇളനീര്, ഈ 2 സാധനവും വളരെ ബെനിഫിറ്റ് ആയിട്ട് കാണാറുണ്ട്. അത് കഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ അവിടെ വാട്ടർ ലെവൽ ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആംനിയോട്ടിക് ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന നെരിഞ്ഞില്, ഈ നെരിഞ്ഞില് പാൽ കഷായം വെച്ച് കുടിക്കുമ്പോഴും അല്ലെങ്കിൽ നെരിഞ്ഞില് വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോഴൊക്കെ ഈ പറഞ്ഞ വാട്ടർ ലെവൽ ഒന്ന് കുറയാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ 2 കേസും നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളതാണ്. ഈ രണ്ടും നമുക്ക് ആഹാരത്തിൽ കൂടെ വലിയ മരുന്നല്ലാത്ത രീതിയിലൊക്കെ മാനേജ് ചെയ്യാനും പറ്റുന്നതാണ്. ഡോക്ടർ കൺസൾട്ടേഷനിൽ മാത്രം ഈ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് മാത്രം എടുക്കുക. നമ്മളിപ്പം ഇങ്ങനെ കുറുന്തൗഷധങ്ങളോ അല്ലെങ്കിൽ നുറുങ്ങ് വൈദ്യോ അങ്ങനത്തെ കാര്യങ്ങളല്ല പറയുന്നത്. എന്തൊക്കെ നമ്മുടെ ആയുർവേദത്തിൽ ഉണ്ട് എന്നുള്ളത് തൊട്ട് തൊട്ട് പറഞ്ഞു പോവാന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം. കാരണം ഗർഭകാലത്ത് എന്തൊക്കെയോ ആയുർവേദത്തിൽ ചെയ്യുന്നുണ്ട്. ഗർഭരക്ഷ ഉണ്ട്, പ്രസവരക്ഷ ഉണ്ട്. പ്രസവരക്ഷ ഉണ്ട് പിന്നെയും കോമൺ ആണ്. അപ്പൊ ഇതൊക്കെ ആർക്ക് എപ്പോ എടുക്കാൻ അവസരങ്ങളുണ്ട്. അപ്പൊ അത് ആ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചെന്ന് അത് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിലേക്കൊരു വഴികാട്ടി മാത്രമായിട്ടാണ് ഈ സെഷന് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ ടിപ്പിക്കലി ഓരോ അവസ്ഥയ്ക്ക് മരുന്ന് പറയുന്ന ഒരു സെഷൻ ആയിട്ട് കാണരുത്. പിന്നെ ഡയബറ്റീസിലുള്ള ഒരു പ്രഗ്നന്റ് വുമൺ ആണെങ്കിൽ അവർക്ക് ഫുഡിൽ എപ്പോഴും നമ്മൾ ഈ ഫ്ലോസ് പുറത്തുനിന്ന് വാങ്ങി പൊടിക്കുന്ന തവിട് കളഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ മില്ലറ്റ്സോ അല്ലെങ്കിൽ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഐറ്റംസ് പൊടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ഷുഗർ ലെവൽ താഴോട്ട് വരും.
മറ്റേത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഗ്ലൂട്ടന്റെ പ്രശ്നം വരുന്ന ആൾക്കാരെ ഉണ്ടാവും. അപ്പോ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇത് വയറ് നന്നായിട്ട് പിടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഷുഗർ ലെവൽ കൂടാനും ഒക്കെ ചാൻസ് ഉണ്ട്. ചിലർ പറയും ഗോതമ്പ് കഴിച്ചിട്ട് ഷുഗർ ലെവൽ കൂടാണ് എന്നുള്ളത്. അപ്പൊ മിക്കവാറും പുറത്തുനിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയൊക്കെ ആയിരിക്കും. നമ്മൾ തന്നെ അധികം തവിട് കളയാത്ത അല്ലെങ്കിൽ ഒത്തിരി കുറച്ച് പഴക്കം ചെന്നിട്ടുള്ള ഫുഡ് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ മാർക്കറ്റിൽ നിന്ന് വരുന്ന റൈസ് ഒക്കെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. അപ്പൊ തന്നെ സോർട്ട് ചെയ്ത് വരുന്ന റൈസ് ആണ്. പണ്ടത്തെ പോലെ കുറെ കാലം സ്റ്റോർ ചെയ്ത് വെച്ച അരികളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്തതോ അല്ലെങ്കിൽ പഴയ അരി, മട്ട അരി അത്തരം അരികളാണ് ഒന്നും കൂടെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ ഈ ഇളനീരൊക്കെ നമ്മൾ ഹൈഡ്രേഷന് വേണ്ടി കഴിക്കുന്നത് വീക്ക്ലി വൺസോ ട്വൈസോ ഒക്കെ ആക്കി ചുരുക്കുക. അതുപോലെ തന്നെ ബ്രിസ്ക് വാക്ക് കുറച്ചായിട്ട് നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം, യോഗ ചെയ്യാം. ഈവൻ ശവാസനോ യോഗ നിദ്രയോ ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. കാരണം സ്ട്രെസ് ആണ് നമുക്ക് ഒരു പരിധി വരെ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും ഡയബറ്റിസ് ആണെങ്കിലും ഒക്കെ കൂട്ടുന്നത്. അപ്പൊ സ്ട്രെസ് കുറക്കാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് യോഗ ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചെയ്യാം. അതിന് സ്ട്രെച്ചുകൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ഒത്തിരി ആയാസമൊന്നും ഇല്ലാത്ത കുഞ്ഞു കുഞ്ഞു യോഗ ആസനകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാം, പ്രാണായാമം ഫോളോ ചെയ്യാം. പിന്നെ ഈ യോഗ നിദ്ര എന്ന് പറയുന്നത് കുറച്ചുകൂടി ബെറ്റർ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കത്തിന്റെ സമയത്ത് ഇപ്പൊ ഹെഡ്ഫോൺസ് വെച്ച് നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് കേട്ടൊന്ന് ഫുൾ ബോഡി റിലാക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ രാത്രി ബെഡ് ടൈമിൽ ഫോളോ ചെയ്യുക. യോഗ നിദ്ര എന്നാണ് പറയാ. അപ്പൊ അത് അത്ര ഫെമിലിയർ ആവണമെന്നില്ല എല്ലാവർക്കും, പക്ഷെ അത് പ്രഗ്നൻസിയിൽ ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇപ്പം നമുക്ക് പറയാനുള്ളത് 9th മന്തിലത്തെ പാൽക്കഷായമാണ്. അതായത് 9th മന്തില് ശതാവരി പാൽക്കഷായം വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ പറയാറ്. കാരണം അധികവും ആൾക്കാർക്ക് ആഫ്റ്റർ ഡെലിവറി പാലിന്റെ വളരെ കുറവ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ശതാവരി പാൽക്കഷായം വെച്ച് കഴിക്കുന്ന ആൾക്കാർക്ക് അത് അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. പിന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനും ഈ ശതാവരി പാൽക്കഷായം നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ നിപ്പിൾസ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിപ്പിൾസ് ഇല്ലാത്ത അവസ്ഥ, ഫീഡ് ചെയ്യുന്ന സമയത്ത് നിപ്പിൾസ് ഉള്ളിലാണ് എന്നുള്ള അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മളൊരു 3rd മന്ത് ഓൺവേർഡ്സ് തന്നെ നിപ്പിൾ മസാജ് ചെറുതായിട്ട് കൊടുക്കുക. പണ്ടൊക്കെ അമ്മമ്മമാരും ഒക്കെ നമ്മളോട് നിപ്പിൾ മസാജിനൊക്കെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഡോക്ടേഴ്സും പറഞ്ഞിരുന്നു. ഇപ്പോ വളരെ കുറവാണ് അങ്ങനത്തെ അഡ്വൈസസ്. കാരണം ഇന്ന് യൂട്യൂബിലൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നിപ്പിൾ മസാജ് എന്നുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ ജസ്റ്റ് നമ്മളുടെ നല്ലെണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് കുളിക്കുന്നതിന്റെ മുന്നേ ഒരു 5 മിനിറ്റ്സ് മസാജ് കൊടുക്കുക. എസ്പെഷ്യലി ലാസ്റ്റ് മന്തില് നിർബന്ധമായിട്ട് ചെയ്യുക. ലാസ്റ്റ് 2 വീക്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ആ ഒരു സമയത്ത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ സ്ട്രെസ്സും പാല് ചില ആൾക്കാർക്ക് ഉണ്ടാവും, കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള കണ്ടീഷനും കുട്ടിക്ക് നിപ്പിള് കിട്ടാത്ത ബുദ്ധിമുട്ടും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിപ്പിൾ മസാജ് നിപ്പിൾ കെയർ, നിപ്പിൾ മസാജ് ഒക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആര്യ ഡോക്ടറെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുള്ളതുണ്ടോ ഇനി? ഡോക്ടറെ, നമുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാനസിക ആരോഗ്യം എന്നുള്ളതില്ലേ? നമ്മളൊരു എൻവറോൺമെന്റ് എപ്പോഴും ഫാക്ടറാണ്. അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഏതൊരു അറ്റ്മോസ്ഫിയറിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്കാണെങ്കിലും നമ്മുടെ പ്രോജനിക്കാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ പ്രഗ്നൻസിയിൽ നമ്മളെല്ലാവരും മദറിനെ ഉള്ളിൽ കുഞ്ഞുള്ളതുകൊണ്ടാണ് പ്രത്യേകം കെയർ കൊടുക്കുന്നത്. കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര കെയർ കിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വേർഡ്സിനാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം മദേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ബേബി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മളെ കുഞ്ഞിനോട് സംസാരിക്കുക, നമ്മളെ വയറിനോട് തലോടുക. അത് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആ വരുന്ന കുട്ടീനെ ഇപ്പൊ തന്നെ നമ്മൾ അഡോർ ചെയ്യുന്നത് ആ കുട്ടിയുടെ എല്ലാ മാനസികമായിട്ടുള്ളതായിക്കോട്ടെ, ശാരീരികമായിട്ടുള്ളതായിക്കോട്ടെ എല്ലാ വളർച്ചയ്ക്കും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളുടെ കുഞ്ഞിനെ കെയർ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദ മദർ വിൽ ബി വെരി ഹാപ്പി. ആ പ്രഗ്നന്റ് ലേഡി ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കും. ആ പോസിറ്റീവ്നെസ് ആ കുട്ടിക്കും ഇമ്പാക്ട് ചെയ്യപ്പെടും. അപ്പൊ അതില് ഈ പിന്നെ ഉള്ളത് ഈ ഓവർ നറിഷ് ചെയ്യുന്ന പാരന്റ്സ്. ഇതിൽ കുറെ പാരന്റ്സ് ഉണ്ടാവും. അപ്പൊ അവരെ അറിയാൻ വേണ്ടിയിട്ടാണ് ഗർഭിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ ഫീഡ് ചെയ്യരുത്.
അവർക്ക് വിശപ്പ് വരുമ്പോഴേ അവർ കഴിക്കേണ്ടുള്ളൂ. കുഞ്ഞു കുഞ്ഞ് ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷൻ കിട്ടുന്ന സാധനങ്ങൾ പല സമയങ്ങളിലായിട്ട് ദഹിച്ചതിന് ശേഷം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു പ്രഗ്നൻസി എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് പകരം ഇതൊക്കെ കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഒരു പറ ചോറൊന്നും കൊടുത്ത് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഉം വളരെ സോഫ്റ്റ് ആയിട്ട് കുറച്ച് ഹോട്ട് ആയിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കുഞ്ഞു കുഞ്ഞ് ലഘുവായിട്ടുള്ള നമ്മൾ കുഞ്ഞു കുട്ടികളെ കെയർ ചെയ്യുന്ന പോലെ അവരുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ ആ രീതിയിൽ അവരെ കെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് വിട്ട് നിർത്തുക. കാരണം അവർക്ക് വാഗി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ചുമ പോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അതിന്റെ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഒത്തിരി മെഡിസിൻ ഇട്ട് ബോയിൽ ചെയ്ത് കുടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അല്ലെങ്കിൽ ചെറിയ പൊടികൾ ഇങ്ങനെ ഇടയ്ക്ക് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് അതൊക്കെ ഫോളോ ചെയ്യാം. അപ്പൊ അത് ചെയ്യുമ്പോൾ ഈ ചുമ സിവിയർ ആവാണ്ട് നമുക്ക് നോക്കാം. ചുമ സിവിയർ ആയി കഴിഞ്ഞാൽ ബ്ലീഡിങ് വരാനും അതുപോലെ അബോഷൻ വരാനൊക്കെ ഉള്ള ടെൻഡൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ കൂടുതലാണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രീ ടേം ഡെലിവറിക്ക്, അതായത് മാസം തികയുന്നതിന് മുന്നുള്ള ഡെലിവറിക്ക് സാധ്യത ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ നെരിഞ്ഞില് വൈച്ചുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു 5 to 6 മന്തിലാണ് ഇത് കൂടുതലായിട്ട് വരല്. ആ ഒരു സമയത്ത് ഒരു വീക്ക്ലി 3 ഡേയ്സോ അല്ലെങ്കിൽ ഒരു മന്ത്ലി 7 ഡേയ്സോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് വെള്ളം ഒരു 1 ലിറ്ററിൽ ഇതൊരു 10 to 15 grams ആഡ് ചെയ്ത് ബോയിൽ ചെയ്തിട്ട് അത് അരിച്ചെടുത്ത് ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സിപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഈ ഒരു UTI പ്രിവെൻഷനും ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് കോസ്മെറ്റോളജിയിൽ നമുക്ക്, അതായത് നമ്മൾ ഈ ഗർഭകാലത്ത് ഉണ്ടാവുന്ന മെലാസ്മ, മുഖത്ത് വരുന്ന പിഗ്മെന്റേഷൻസ് ഒക്കെ അത് ഹോർമോണൽ ആണ്. എന്നാലും അതിന്റെ ഒരു സിവിയോറിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നാൽപ്പാമ്പ്രാതി കയ്യിലൊക്കെ തേച്ച് ഫേസിൽ ചെറിയ മസാജ് ഒക്കെ കുളിക്കുന്ന സമയത്ത് കൊടുക്കാം. കുങ്കുമാതി ലേപം വലിയ കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ചെറുതായിട്ട് നവര പാലിൽ കുറുക്കിയിട്ട് ഇടയ്ക്കൊരു മസാജ് ഒക്കെ കൊടുക്കുന്നത് സ്കിന്നിന്റെ ആ ഒരു ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ ചന്ദനം, വെള്ളച്ചന്ദനം പരട്ടണത് നല്ലതാണ്. ബോഡിക്ക് ഒരു കൂൾനെസ്സും കിട്ടും, പിഗ്മെന്റേഷൻസ് കുറയുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു സമയത്ത് നമുക്ക് തേക്കാൻ പറ്റിയ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ സേഫ്ലി. പിന്നെ ഇതല്ലാതെയും മെഡിസിൻസ് ഉണ്ട്. അത് ഡോക്ടറിന്റെ അഡ്വൈസിൽ നിങ്ങൾക്ക് മന്ത്ലി കെയർ ആയിട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം കഴിക്കേണ്ട പാൽക്കഷായങ്ങളുണ്ട്. അത് പക്ഷേ അത്രയും ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മന്ത്ലി ത്രൂ ഔട്ട് പറ്റിയില്ലെങ്കിലും എല്ലാ മാസവും ആദ്യത്തെ ഒരു 7 ദിവസവും അല്ലെങ്കിൽ ഒരു 10 ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസവും ഒന്നരാടെ ഇടവിട്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും ഈ മരുന്ന് കുറച്ചെങ്കിലും ചെല്ലുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്യുന്ന പ്ലാനിങ് തൊട്ട് ഡെലിവറി വരെ ഫോളോ ചെയ്യുന്ന ഒരു മദറിന്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഭയങ്കര ഹാപ്പിയർ ആയിരിക്കും, ഹെൽത്തിയർ ആയിരിക്കും. ഒരു ഹെൽത്തി പ്രോജനിക്ക് വലിയ സപ്പോർട്ട് കിട്ടും. പിന്നെ നമ്മൾ പ്രീ പ്രഗ്നൻസി പ്ലാനിങ് പറഞ്ഞു. ആ പ്ലാനിങ്ങില് നമ്മളുടെ ഫാമിലിയിൽ റണ്ണിങ് ആയിട്ട് ഓട്ടിസോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക്സ് പ്രോബ്ലംസ് ഉണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അബോഷൻ വരാം, IVF എടുത്തിട്ടും ഫെയിലിയർ ആവാം, ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരെ ഈ പ്രീ കൺസെപ്ഷൻ കെയർ ഫെർട്ടിലിറ്റി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യുക. ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുത്തിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആരോഗ്യത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ട്, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സക്സസ്ഫുൾ റേറ്റിൽ തന്നെ. നമ്മൾ കഴിഞ്ഞ സെഷൻ എടുത്തത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടറായിരുന്നു നിത്യ ഡോക്ടറൊക്കെ പ്രീ കൺസെപ്ഷൻ കെയർ നന്നായിട്ട് കൊടുക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പം അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സ് നമ്മളുടെ ചുറ്റുമുണ്ട് ഇൻഫെർട്ടിലിറ്റിക്ക് ഇതുപോലെ ഡിറ്റോക്സിഫിക്കേഷൻ തെറാപ്പി കൊടുത്ത് അവരെ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. പിന്നെ ഒരു 30+ അല്ലെങ്കിൽ 35+ ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് കൺസീവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത്തരം ട്രീറ്റ്മെന്റ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ റിസ്ക് ഇല്ലാത്ത ഒരു പ്രഗ്നൻസി പീരീഡും നല്ലൊരു പ്രോജനിയും കിട്ടാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എല്ലായിടത്തും തൊട്ട് പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല, എന്നാലും പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയുന്ന പോലെ ആൻസർ ചെയ്യാം. ഡോക്ടറെ, നമുക്കിപ്പോ നമ്മൾ പറഞ്ഞില്ലേ പ്രീ കൺസെപ്ഷൻ തൊട്ട്
അതായത് ഗർഭിണിയാവുന്നതിന് 6 മാസം മുമ്പേ തൊട്ട് കുട്ടിയുടെ 6 മാസം ആവുന്ന ആ ഒരു പ്രായം വരെ അവിടെയാണല്ലോ നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിലുള്ള ഒരുപാട് കവർ ആവുന്നത് അല്ലെ? 16 എനിക്ക് തോന്നുന്നത് പകുതി കൂടുതലും കവർ ആവുന്നത് ആ ഭാഗത്താണ്. അപ്പം അത്രയും ഗർഭസംസ്കാരം. പ്രാധാന്യം ഉണ്ട് എന്നുള്ള അല്ലെ? നമ്മളെ ജീവിത ചക്രത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു പോവാൻ നമുക്ക് ഈ ഒരു 6 മാസം വരെയുള്ള പ്രായം, കുഞ്ഞിന്റെ 6 മാസം വരെയുള്ള പ്രായം ഏറ്റവും പ്രധാനമാണെന്ന് നമുക്കിപ്പോ മനസ്സിലാവും അല്ലെ? ഇപ്പൊ ഡോക്ടറുടെ ഈ ക്ലാസ് അതെ. കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു. അതായത് ആദ്യത്തെ ഗർഭാധാനം, പുംസവനം തുടങ്ങിയിട്ട് അന്നപ്രാശം വരെയുള്ളത്. പുംസവനം എന്നുള്ളൊരു ടേം പറയാണ്ടിരുന്നതാ. കാരണം പുംസവനം ശരിക്കും പറഞ്ഞാൽ എന്റെ പ്രഗ്നൻസിയില് എന്റെ മോനെ കൺസീവ് ആയത് പക്ക പുംസവന ട്രീറ്റ്മെന്റിലാണ്. എനിക്ക് 2 അബോർഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ഒന്നും അറിഞ്ഞില്ല കൺസീവ് ആയത്. അപ്പം അതിന്റെ ശേഷം പിന്നെ എന്റെ ഹസ്ബൻഡ് അബ്രോഡിലുള്ള ആളാണ്. 1 മന്തിന് മാത്രമാണ് നാട്ടിൽ വരുന്നത്. അപ്പൊ അത് നമ്മൾ ആയുർവേദം പഠിച്ചിട്ട് അത് പ്രിപ്പയർ അല്ലാതെ ഒരു പരീക്ഷണം വേണ്ട എന്നുള്ളത് കൊണ്ട് ആൾ അവിടുന്ന് ദുബായിൽ നിന്ന് തന്നെ കറക്റ്റ് കാര്യങ്ങൾ ഫോളോ ചെയ്തു. ഞാൻ നാട്ടിൽ നിന്ന് ഫോളോ ചെയ്തു. വെയിറ്റ് ഒന്ന് റിഡക്ഷൻ ചെയ്തു. പിന്നെ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്തു. വ്രതം എടുത്തു. കറക്റ്റ് നമ്മുടെ പേരാൽമൊട്ടാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോ എന്റെ പേഷ്യൻസിനാണെങ്കിൽ ഫസ്റ്റ് 4 മന്ത്സ് അബോർഷന്റെ റെക്കറൻസി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പേരാൽമൊട്ട് വെണ്ണയിൽ കഴിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട്. ഒരു 5 രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ വെണ്ണയിൽ ചേർത്തിട്ട്. വൊമിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ ഒരു 10 ആ ഒരു സമയത്ത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് എനിക്ക് പുംസവനത്തിൽ നസ്യം വരെ ഞാൻ ചെയ്തിട്ടുള്ള ആ സമയത്ത്. അപ്പൊ കറക്റ്റ് ആയിട്ട് കൺസീവ് ആയെന്ന് നമ്മൾ പറയുന്ന ആ കണ്ണിന്റെ ഫീച്ചേഴ്സ് വരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിത് ഫോളോ ചെയ്തുകൊണ്ട് ഓരോന്നും എഴുതി വെച്ച് അന്ന് ചെയ്തൊരു കാര്യമായിരുന്നു. ആൻഡ് എനിക്ക് ഓവുലേഷൻ വന്നത് ലേറ്റ് ഓവുലേഷൻ ആയിരുന്നു. 17th ഡേ ആണ് ഓവുലേഷൻ ഉണ്ടായിരുന്നത്. ഓവുലേഷൻ സ്റ്റഡി ചെയ്തിരുന്നു കൂടെ തന്നെ. കാരണം നമുക്ക് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇന്നത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് USG, ഫോളിക്കുലർ സ്റ്റഡി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പൊ രണ്ടും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ആ ഒരു മെഡിസിൻ ഏത് ഫേസിൽ എന്ത് കൊടുക്കണം എന്നുള്ളത് ഫിക്സ് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ തന്നെ നോക്കി ഫിക്സ് ചെയ്തിട്ടാണ് ആ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്ന പോലെ തന്നെ മെയിൽ പ്രോജനിയുടെ ഇതായിപ്പോയി. ഞാൻ പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷെ അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ തന്നെയാണ് ഫിക്സ് ചെയ്തത്. ഓക്കെ ഡോക്ടറെ, നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് സന്തോഷം. ഇനി ആർക്കെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടറെ, പറഞ്ഞോളൂ. ചികിത്സ മാനേജ്മെന്റില്ലേ, സ്ട്രൈ മാർക്സിനുള്ള മാനേജ്മെന്റിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്രൈമറി ആണെങ്കിൽ സ്ട്രൈ വരാതിരിക്കാൻ നമുക്ക് ഫസ്റ്റ് തൊട്ടിട്ട് ഓയിൽ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒരു 2 months ഓൺവേർഡ്സ് അബ്ഡോമിനിൽ നമ്മളെ പിണ്ടതയിലാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യാറ് ഡോക്ടർ അല്ലേ ഇത് അതെ അതെ, ഡോക്ടറാണ്. അപ്പൊ നമ്മളെ കോസ്മെറ്റോളജിയുടെ അതിൽ നമ്മൾ പ്രിപ്പറേഷനിൽ കൊക്കോ ബട്ടർ റേഷ്യോ ഞാൻ ഡോക്ടർക്ക് വേണമെങ്കിൽ പേഴ്സണലി പറഞ്ഞുതരാം. കൊക്കോ ബട്ടർ, നമ്മളെ പിണ്ടതൈലം, മഞ്ചിഷ്ട ചൂർണ്ണൊക്കെ വെച്ചിട്ട് നമ്മളൊരു ബോഡി പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ കൊടുക്കലുണ്ട്. അതുപോലെ തന്നെ നവരയുടെ ഇതിന് വരുന്ന നവര ബേസ് ആയിട്ട് വരുന്ന ഒരു ബോഡി പാക്ക്. ഇത് രണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രൈ പെട്ടെന്ന് ഒന്ന് ആ സമയത്ത് ഉണ്ടായാലും അതിന്റെ ആ ഒരു ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു എന്താ പറയാ, അങ്ങനെ ചുളിവ് പോലെ ഒന്നും വരില്ല. ചെറിയ പിഗ്മെന്റേഷൻസ് ആയിരിക്കും. അതൊരു 3 months ആകുമ്പോഴത്തേക്കും നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന്റെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് തന്നെ ഡിസപ്പിയർ ആവും, ഒരു 90%. അപ്പൊ അങ്ങനെ പ്രിപ്പറേഷൻ ഉണ്ട്. ഡോക്ടർക്ക് ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. ഓക്കെ. നവനീതം പറയണ്ടല്ലോ ഡോക്ടറെ. വെണ്ണ അപ്ലൈ നവനീതം ചെയ്യാനുണ്ട് അല്ലെ? വെണ്ണ അപ്ലൈ ചെയ്യാൻ വയറിലും അതുപോലെ തന്നെ നിപ്പിൾസിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ക്രാക്സ് ബാക്കി കാര്യങ്ങൾ ഒഴിവാവാനും മസാജ് ചെയ്യാനൊക്കെ എടുക്കാനും. വെണ്ണക്ക് പക്ഷെ ഭയങ്കര ബ്രൈറ്റനിങ് ഇല്ല, ടോണിങ്ങിന് നല്ലതാണ്. ഇങ്ങനെ ചുളിവ് വരാതിരിക്കാൻ നല്ലതാണ്. പിഗ്മെന്റേഷൻ കുറയുന്ന അത്ര തോന്നിട്ടില്ല. യോഗ പോസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു ഡോക്ടറെ? യോഗ പോസ്റ്റേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്.
ഇപ്പോ ഈ ഒരു ജനറേഷൻ എനിക്കാണ് കുറെ പ്രഗ്നൻസി എന്നുള്ളത് ഒരു ഡിസീസ് ലെവലിലാണ് ട്രീറ്റ് ചെയ്തുകൊണ്ട് പോണത്. അപ്പൊ ആ രീതിയിലല്ലാണ്ടേ നമുക്ക് സാധാരണ പോലെ ഒരു നാച്ചുറൽ പ്രോസസ് ആണ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ യോഗയും പ്രാണായാമൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഫീല് വരും എന്ന് എനിക്ക് തോന്നുന്നു. അതിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രഗ്നൻസിയിൽ ചെറിയ സ്പോട്ടിങ് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോ എല്ലാതിനെ പറ്റി നല്ല നോളജ് ഇല്ല. പിന്നെ മൈക്രോ ലെവലില് ഡയഗ്നോസ് ചെയ്യാനും പറ്റും. അപ്പോൾ മൈക്രോ ലെവലിൽ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്ട്രെസ് കൂടും. അപ്പൊ പിന്നെ ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ഡോക്ടർ അഡ്വൈസ് ചെയ്തില്ലെങ്കിൽ പോലും പേഷ്യന്റ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഭയങ്കര പേടിയാ പേഷ്യൻസിന്. നമ്മളിപ്പോ പറഞ്ഞാലും അവർക്ക് ഒരു സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞാൽ പോലും ചെയ്യാത്ത പേഷ്യൻസ് ഉണ്ട്. അത് പേഷ്യന്റ് എന്ന് പറയുന്നത് നമ്മള് ക്ലിനിക്കിൽ വരുന്നോണ്ടാണ്. പക്ഷെ അത് പേഷ്യന്റ് അല്ല, അതൊരു അവസ്ഥയെന്നുള്ളതിലേക്ക് നമുക്കും ഒരു പരിധിയുണ്ട്. കൗൺസിലിംഗ് ആണ് മെയിൻ. അതായത് അറിയാം പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു പീരീഡ് ആണെന്നുള്ളതും വളരെ സന്തോഷമായിട്ട് ചെയ്യണം എന്നുള്ളത്. അതെ അതെ. പിന്നെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് 3 months ഉണ്ടാവുന്ന ഛർദി അതും വല്ലാണ്ട് അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ഡയബറ്റിക് എന്ന കണ്ടീഷനിലേക്ക് മാറാനും സാധ്യത കൂടുതലുണ്ട് എന്നും ഒരു തോന്നലുണ്ട്. കാരണം നമ്മുടെ ആയുർവേദത്തിൽ പറയുമ്പോൾ കഫത്തിന്റെ ഒരു അവസ്ഥ കുറയ്ക്കുന്നത് ഛർദിയിൽ കൂടിയാണല്ലോ. അപ്പൊ ഡയബറ്റീസും പറഞ്ഞ പോലെ കഫപ്രധാനമായിട്ടുള്ള രോഗമാണ് ഉള്ളത്. അപ്പൊ കൺട്രോൾ ചെയ്തിരിക്കും. നമ്മളിപ്പോ മലരെ അഡ്വൈസ് ചെയ്താലും അധികം ആൾക്കാർ ഈസി ആയിട്ട് എടുക്കുക ഇളനീരാണ്. അപ്പോ 3 months കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇത് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഓവർ നറിഷ്മെന്റിലേക്ക് ചിലപ്പോ പോവാം. അപ്പൊ അതും ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ ഈ ഛർദി കുറയുന്നതിനോട് കൂടിയിട്ട് പെട്ടെന്ന് 3 ദിവസം കഴിക്കാൻ പറ്റാത്തത് ഒറ്റയടിക്ക് കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ആ ഒരു ദൗർഹൃദ എന്നുള്ള അവസ്ഥ 4th month വരുമ്പോഴത്തേക്കും ആഗ്രഹങ്ങള് ഈ ഒരു ഛർദി നിൽക്കുന്നതിനോട് കൂടി ഒന്നും കൂടെ വിശപ്പും വരും. അപ്പൊ അൺകൺട്രോൾ ആയിട്ട് എല്ലാരും സ്നേഹിക്കും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റി കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ള സാധനങ്ങൾ മൾട്ടിപ്പിൾ ടൈമില് കഴിക്കാന്നുള്ളൊരു ഒരു രീതിക്ക് മാറിക്കഴിഞ്ഞാൽ അതിപ്പോ പ്രഗ്നൻസിന്നല്ല നമ്മളാണെങ്കിലും മാറണം. അങ്ങനെ മാറുമ്പോൾ തന്നെ ശരിയാവുള്ളൂ. ഡോക്ടർ 2-3 യോഗ പോസ്റ്റേഴ്സ് പറഞ്ഞാൽ അല്ലെ, ഒരു 5th month തൊട്ട് അപ്പോഴല്ലേ കുറച്ചുകൂടി ചെയ്യാവുന്ന ഒരവസ്ഥ? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഒരുവിധം എല്ലാം ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, ബെഡ് റെസ്റ്റ് അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ. സെക്കൻഡ് ട്രൈമസ്റ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ടായിട്ട് ഉള്ള വിപരീതകരണില്ലേ, നമ്മളിങ്ങനെ കിടന്നിട്ട് കാല് വാളില് സപ്പോർട്ട് ചെയ്യുന്നത്, അത് ചെയ്യുന്നത് നല്ലതാ. കുറച്ച് സമയം, ഒരു 1 minute ഒക്കെ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ വെരിക്കോസ് വെയിന്റെ പ്രോബ്ലം, അതുപോലെ ഹൈപ്പർ ടെൻഷന്റെ പ്രോബ്ലം ഒക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മള് നിന്നിട്ടുള്ള സ്ട്രെച്ചുകളെല്ലാം അതിപ്പോ പോസ്റ്റർ ആയിട്ട് പറയുമ്പോൾ ഇവിടെ എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. പിന്നെ നമ്മള് പെൽവിക് വരുന്നതൊക്കെ 3rd ട്രൈമസ്റ്ററിൽ ലാസ്റ്റിലേക്ക് ചെയ്യിപ്പിക്കാം. അതായത് ഈവൻ ബട്ടർഫ്ലൈ പോസ്റ്റർ, അതുപോലെ തന്നെ നമ്മള് ജസ്റ്റ് നമ്മളെ 2 കാലും കൂടെ ഒരുമിച്ച് വെച്ച്, അതായത് കാല് നിവർത്തി വെക്കുക, ഇരുന്നിട്ട് കാല് നീട്ടി വെച്ച് കുറച്ച് ആ പോസ്റ്റർ കുറച്ച് നേരം മെയിൻറ്റെയിൻ ചെയ്യിക്കുക. അത് വാൾ സപ്പോർട്ടഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോ ഇവിടെ ഒപ്പിയിൽ വരുന്ന പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാല് 2 കാൽപാദല്ലേ, അത് ജസ്റ്റ് ഈ ഒരു ഫോമിക്ക് മെല്ലെ കൈകൊണ്ട് അത്രയും സ്ട്രെച്ച് ചെയ്ത് വരാനൊന്നും എല്ലാവർക്കും പറ്റില്ല. പക്ഷെ കുറച്ച് സ്ട്രെച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പെൽവിക് ഏരിയയിലുള്ള സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറയും. തൈബോൺസിന്റെ ആ ഏരിയയിൽ തൈസിന്റെ അവിടെ ഉള്ള സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് കുറയും. സാധാരണ എന്താ വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ സ്റ്റിഫ്നെസ് കൂടും. ഡെലിവറി ടൈമിലായിരിക്കും ആദ്യമായിട്ട് ഒരാള് പെട്ടെന്ന് അവിടേക്ക് ഒരു മൂവ്മെന്റ് കൊടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അപ്പോഴായിരിക്കും ഒന്ന്, കാരണം നമ്മളെപ്പോഴും പറയാം അടങ്ങി ഒതുങ്ങിയിരിക്കണം, ഇങ്ങനെ മലർത്തി വെച്ച് കിടക്കരുത് അങ്ങനെയൊക്കെ പറയും. കിടക്കരുത് ഫുൾ സമയം അങ്ങനെ അല്ലെങ്കിലും യോഗയുടെ ചെറിയ പോസ്റ്റേഴ്സ് ആ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു ഭാഗത്ത് സ്ട്രെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യന്റെ സമയത്ത് അത്ര പെയിൻഫുൾ ആവില്ല. ഇതിൽ 3 കാര്യമുണ്ട് ഡോക്ടർ. ഒന്ന്, മൈൻഡ് എക്സസൈസ്, നമ്മളൊരു ഫിസിയോ പോലെ ആണ് യോഗ ആക്ട് ചെയ്യുന്നത്.
ആൻഡ് സെയിം ടൈം ഇന്റേണലി നമ്മൾ പറയുന്ന സുഖപ്രസവാദി ഘൃതം പോലത്തെ ഘൃതങ്ങൾ ചെറിയ അളവിൽ ഇന്റേണലി ഒരു ഓയിലേഷൻ ഇങ്ങനെ ചെല്ലുന്നുണ്ട്. ഇനി സെയിം ടൈം നമ്മൾ എക്സ്റ്റേണലി നേരത്തെ പറഞ്ഞ പോലെ യോനിറ്റിജോ അല്ലെങ്കിൽ മീഡിയയിൽ കൊടുക്കുന്ന അഭ്യംഗമൊക്കെ വീണ്ടും ഈ സമയത്തെ ഡയറ്റേഷനും ലേബർ ടൈം ഡ്യൂറേഷൻ കുറക്കാനും സപ്പോർട്ട് ചെയ്യും. അപ്പൊ മൂന്നിനും എഫക്റ്റ് ഉണ്ട്. അത് ഒരുമിച്ച് ചെയ്യുമ്പോഴേ ഉള്ളൂ. അല്ലാതെ ഒരു കാര്യം ആ സമയത്ത് മാത്രം ഒത്തിരി ഡാൻസ് ചെയ്തോണ്ടോ അല്ലെങ്കിൽ ഒത്തിരി എക്സസൈസ് ചെയ്തോണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളില്ലാതെ. അപ്പൊ ചില ആൾക്കാർ നമ്മൾ നെയ്യൊന്നും കഴിക്കുന്നില്ല, പക്ഷെ ഫുഡില് പ്രോപ്പർ ന്യൂട്രീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് അവർക്ക് ഹെൽത്തി ഫാറ്റ്സ് കിട്ടുന്നുണ്ടാവും. ഹെൽത്തി ഫാറ്റ്സ് എടുത്ത് ഈ പറഞ്ഞ പോലെ നറിഷ്മെന്റ് എക്സ്റ്റേണലി ഇന്റേണലി പ്ലസ് നമ്മളുടെ ഈ നമ്മളെ യോഗനെ ഒരു പീസ്ഫുൾ മൈൻഡ്ഫുൾ എക്സസൈസ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ വെറുതെ കുറെ നടക്കുന്നതിനേക്കാളും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം ബ്രെത്ത് കൺട്രോളിൽ ചെയ്യുന്നതല്ലേ. അപ്പൊ അത് എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഭയങ്കര എഫക്റ്റ് ആണ്. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയ ആൾക്കാർ, പിന്നെ റിസ്ക് ഉള്ള ആൾക്കാരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ട്വിൻസ് ഉള്ള ആൾക്കാരെ അല്ലെങ്കിൽ യൂട്രസ് ബൈക്കോർണൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ, അവരിലൊന്നും നമുക്ക് വല്ലാതെ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. ബ്ലീഡിങ് ടെൻഡൻസി അല്ലെങ്കിൽ ലോ പ്ലാസൻഡ, അതിലൊന്നും നമ്മൾ അധികം യോഗ ഒന്നും സജസ്റ്റ് ചെയ്യാണ്ടിരിക്കും നല്ലത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള സിറ്റിംഗ് ഒന്നും സജസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നത്. അവർക്ക് ബ്രീത്ത് എക്സസൈസസ് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള നമുക്ക് അഡ്വൈസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ബെഡ് റെസ്റ്റ് ആണല്ലോ കൂടുതലും. ഇപ്പൊ നമുക്ക് ബെഡ് റെസ്റ്റ് ഉള്ള ഗർഭിണികളെയാണ് കാണാൻ പറ്റുക. അപ്പൊ പകല് ഉറങ്ങി പോവാന്നുള്ളൊരു പ്രശ്നം. അപ്പൊ പകലുറക്കം നമ്മുടെ ആയുർവേദ പ്രകാരം അത് നമ്മള് പറയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റും കൂടി ഒന്ന് ഷെയർ ചെയ്തായിരുന്നു. ഉറങ്ങിപ്പോണത് കഫം കൂടാന്നുള്ള രീതിക്ക് നമുക്ക് അങ്ങനെ നോക്കാം. അതല്ലാതെ തന്നെ ഈ ബെഡ് റെസ്റ്റിന് ഡോക്ടറെ നമ്മൾ കണ്ടിട്ടില്ല വെച്ചാൽ സിവിയർ ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ട്, അതായത് ഒട്ടും നടക്കാൻ പറ്റാതെ യൂറിൻ പാസ് ചെയ്യാൻ പോലും ബെഡിന്റെ അവിടെ തന്നെ ഇത് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടിലുള്ള ആൾക്കാർ. അവര് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത്. അതായത് മസിൽസ് ഭയങ്കര അവരുടെ മസിലിന്റെ ടോണ് പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ആരോഗ്യം ചെയ്തു കൊടുക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബെഡ് റെസ്റ്റിന്റെ പീരീഡിൽ ചെറിയ അളവിൽ നമ്മള് ക്ഷീരവെള്ളം 101 അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം, ഒന്നില്ലെങ്കിൽ ഗന്ധതൈലോ അല്ലെങ്കിൽ കുറച്ച് വിത്താണെന്നുണ്ടെങ്കിൽ ക്ഷീരഗുളിജി 101 ആർപ്പിച്ച് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സാധനം ഇന്റേണലി കൊടുക്കുക. അതേപോലെ തന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷനും കൊടുക്കുമ്പോൾ ആ മസിലിന് ഉണ്ടാവുന്ന ഈ ലൂസനിങ് കുറയും. കാരണം വല്ലാതെ എണ്ണ തേച്ച് കുളിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അപ്പൊ ഇതാവുമ്പോൾ അവർക്ക് മൈൽഡായിട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അതല്ല, പിന്നെ ഉറക്കം ഒഴിവാക്കുക എന്നുള്ളത് ചെറിയ രീതിയിൽ പകൽ ഉറങ്ങുക. പിന്നെ ഈ റെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി റീഡിങ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഫോൺ റീഡിങ് അല്ലാതെ തന്നെ നല്ല ഹോളി റീഡിങ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഓരോ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഫോളോ ചെയ്യുന്നത് ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പൊ അവർക്ക് ആ ഒരു സ്ട്രെസ്, കാരണം ഒരേ റൂമിന്റെ ഉള്ളിൽ ഒരേ കിടപ്പാകുമ്പോൾ ഭയങ്കര മടുപ്പാണ്. നമുക്കിവിടെ പോസ്റ്റ്നാറ്റൽ കെയറിലൊക്കെ ഈ ബെഡ് റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഒരു നമ്മളെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ സിവിയർ ഫോമാണുള്ളത്. ഒരു കേസ് അല്ല കേട്ടോ, ഒരുപാട് കേസ്. ഈ പ്രശ്നം അതുപോലെ തന്നെ മസിൽ ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള അവസ്ഥ, ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ നമുക്ക് നേരത്തെ കാണിക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ചെയ്യാൻ പറയാറ് ഈ കാര്യങ്ങളാണ്. ഉറങ്ങാതിരിക്കല് ഒരു പരിധി വരെ ഇപ്പൊ എല്ലാവരും ഫോണ് കാര്യങ്ങളൊക്കെ എൻഗേജ് ആണ്. പക്ഷെ ഫോൺ ഒത്തിരി ആവുമ്പോഴും കണ്ണിനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളാണ്. കുട്ടിക്കാണെങ്കിൽ അതിന്റെ ഗ്രോത്തിനെ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള ശീലങ്ങളിലേക്ക് പോവായിരിക്കും ആ ഒരു പീരീഡ് ഒന്നും കൂടെ നല്ലത്. ഓക്കെ, താങ്ക് യു ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ചോദിക്കണം. പറഞ്ഞോളൂ ഡോക്ടറെ. അതെ, പോസ്റ്റീരിയർ സെർവിക്സ് ആയിട്ടുള്ളവർക്ക് നോർമൽ വജൈന ഡെലിവറിക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു കേട്ടു. അപ്പൊ നമുക്കത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമ്മുടെ മെഡിക്കേഷൻ കൊണ്ട്? ക്ലാസ്സിന്റെ ഓൾറെഡി വന്നത് നമുക്ക് മെഡിക്കേഷൻ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ബേബി വെയിറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയല്ലേ? സോറി, പ്ലാസന്റെ അല്ല, പോസ്റ്റീരിയർ സെർവിക്സ്. പോസ്റ്റീരിയർ സെർവിക്സ്. ഓക്കെ. ആ
പോസ്റ്റീരിയർ സെർവിക്സിൽ അല്ല നോർമൽ ഡെലിവറി. ഇപ്പൊ എനിക്ക് പോസ്റ്റീരിയർ സെർവിക്സ് ആയിരുന്നു. അത് ലാസ്റ്റ് ടൈം നമ്മള് വികസിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലോ. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു കേട്ടത് ഇത് പോസ്റ്റീരിയർ സെർവിക്സ് ആയ കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം IND ചെയ്തിട്ടാണ് പിന്നെ നോർമൽ ആയിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞു കേട്ട് പോസ്റ്റീരിയർ സെർവിക്സ് ആവുമ്പോ നമുക്ക് നോർമൽ വജൈനൽ ഡെലിവറി ഇത്തിരി ഡിഫിക്കൾട്ട് ആണ്. അപ്പൊ നമ്മുടെ മരുന്നുകൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പോസ്റ്റീരിയർ സെർവിക്സ് നോർമൽ ഡെലിവറി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി നോർമൽ ഡെലിവറി ആയിരുന്നല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഘൃതങ്ങള് കാര്യങ്ങൾ ഇന്റേണലിയും എക്സ്റ്റേണലിയും ചെയ്യുന്ന ആ സമയത്തുള്ള ബുദ്ധിമുട്ടുകളെ കുറക്കാൻ പറ്റും എന്നല്ലാതെ നമുക്ക് ഉറപ്പായിട്ട് അനാറ്റമിക്കൽ ഡിഫക്റ്റിനെ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അതിലെ ആ ഒരു ഡെലിവറിയുടെ പ്രോസസ്സ് നമ്മൾ പറയും പ്രൊലോങ്ഡ് ലേബർ, ടൈം കൂടുതൽ എടുത്തിട്ടുള്ള ലേബറിനെ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ ബേബിയുടെ അപ്പോഴത്തെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവ് ആണെങ്കിൽ മാത്രമേ ഹെൽപ്ഫുൾ ആവുള്ളൂ. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു 100% നമ്മൾ മരുന്ന് കഴിച്ചതുകൊണ്ട് പോസ്റ്റീരിയർ സെർവിക്സിൽ നോർമൽ ഡെലിവറി വെരി ഈസിലി വരും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ശ്രമിക്കാന്ന് മാത്രം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഇറ്റ് മേ ഹെൽപ്പ് യു. ഓക്കെ. ഈ സുഖപ്രസവകൃതം എത്ര സമയം തൊട്ട് കഴിച്ചു തുടങ്ങാതെ? 9th month ആണോ അതോ ലാസ്റ്റ് ട്രൈമിസ്റ്റർ ആണോ? ലാസ്റ്റ് ട്രൈമിസ്റ്ററിൽ കഴിക്കാം, കുഴപ്പമില്ല. ലാസ്റ്റ് ട്രൈമിസ്റ്റർ തൊട്ട് കഴിക്കാം. ആരും ലാസ്റ്റ് 2 weeks മുൻപ് കഴിച്ച പ്രീടേം വരുന്നൊക്കെ ആരും പറഞ്ഞു കേട്ടിരുന്നു. അങ്ങനെയില്ല. അത് ഘൃതം കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര ക്വാണ്ടിറ്റിയിൽ ഒന്നും അല്ല അത് കഴിക്കുന്നത്, വളരെ മൈൽഡായിട്ടാണ് കഴിക്കുക. ഓക്കെ, താങ്ക് യു. ഡോക്ടറാണോ? ഞാൻ ഡോക്ടറാണ്. റെയ്ഹാൻ ഡോക്ടർ. ഓക്കെ. അത് അങ്ങനെ നോക്കുമ്പോ കുറെ കാര്യങ്ങൾ അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഡോക്ടറെ. കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളതേ. സുഖപ്രസവകൃതവും അതേപോലെ തന്നെ ഗർഭരക്ഷ കഷായങ്ങളില്ലേ. ഗർഭരക്ഷ കഷായത്തെ നമുക്കൊരു 7th month onwards 4th month onwards കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഡോക്ടേഴ്സ്, പഴയ ഫിസിഷ്യൻസ് അങ്ങനെയും കൊടുക്കുന്നുണ്ട് ആ സമയത്ത്. പിന്നെ സുഖപ്രസവ കഷായം ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ 8th month onwards. പക്ഷെ അവർക്കൊന്നും ഞാന് മറ്റേ നല്ല സീനിയർ മോസ്റ്റില് ഇപ്പൊ റിലേറ്റീവ് വൈദ്യരൊക്കെ അവരൊക്കെ 8th month onwards കൊടുക്കണേ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും അതുകൊണ്ട് ഡെലിവറി നേരത്തെ ആവുന്നതൊന്നും കണ്ടിട്ടില്ല. ലാസ്റ്റ് 2 weeks നമുക്ക് മെഡിസിൻ ഈ പറഞ്ഞ പോലെ സുഖപ്രസവകൃതം അങ്ങനെ കഷായങ്ങളൊക്കെ കിട്ടിയാലും മതി. അപ്പൊ നമ്മളൊരു എക്സ്പെക്ടഡ് ഡേറ്റിന് 3 weeks മുമ്പായിട്ട് മരുന്നുകൾ കൊടുത്ത് തുടങ്ങുന്നത് കാണാറുണ്ട്. ഈ നമ്മുടെ പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഫസ്റ്റില് തൊട്ട് മന്ത് വൈസ് കെയർ എടുക്കാതെ പെട്ടെന്ന് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല നമ്മൾ കൺട്രോളിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ ഡോസിൽ ഇങ്ങനെ കൊടുക്കാവുന്നല്ലേ. പെട്ടെന്ന് ഈ നെയ്യ് കുടിക്കില്ലൊന്നും ശരിക്കും പറഞ്ഞാൽ എളുപ്പമല്ല. നമുക്ക് കുടിക്കാൻ പറയാനല്ലാതെ ആർക്കും പറ്റില്ല കഴിക്കാൻ. ഒരു 5 ml to 10 ml ഒക്കെയാണ് ചിലർക്ക് കുടിക്കാൻ പറ്റുള്ളൂ. പിന്നെ മെഡിക്കേറ്റഡ് ആയതുകൊണ്ട് സാധാ നെയ്യാണെങ്കിൽ ഇപ്പൊ ചോറിനോ അല്ലെങ്കിൽ പാലിനോ ഒക്കെ ചേർത്തിട്ടൊക്കെ കഴിക്കാൻ പറയാം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുള്ള കാര്യമാണ്, ഡെലിവറി ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു 5 days ബിഫോർ ആയിട്ട് നമ്മളെ ഒരു പച്ച വെളിച്ചെണ്ണല്ലേ, ആട്ടിയ വെളിച്ചെണ്ണ, അത് കുടിക്കാൻ വേണ്ടി അതങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ബേബിയുടെ സ്കിന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവുക ഡെലിവറി. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് ക്യൂരിയോസിറ്റിയിൽ ചെയ്ത് നോക്കിയുള്ള കാര്യമാണ്. അത് റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അതും പെയിൻ ഈസ് ചെയ്യാൻ നല്ലതാണ് വെളിച്ചെണ്ണ. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നമുക്ക് ഈ അലർജി ഇങ്ങനെ ഫാമിലിയിൽ ഇങ്ങനെ ഉള്ളവരുണ്ടല്ലോ, അപ്പൊ നമുക്ക് പ്രീ കൺസെപ്ഷൻ കെയർ വഴി അത് നമുക്ക് അടുത്ത പ്രോജനിക്ക് ആ ഒരു ചാൻസസ് കുറയ്ക്കാൻ പറ്റുമോ? അതെന്തായാലും പറ്റുമല്ലോ. കാരണം കൺജനൈറ്റൽ ആയിട്ടുള്ള പ്രോബ്ലംസും ഈ പറഞ്ഞ അബോർട്ടീവ് ടെൻഡൻസി, അതായത് കൺസീവ് ആവാത്ത പ്രശ്നങ്ങൾ വരെ സോൾവ് ചെയ്യാൻ പറ്റുന്ന അലർജിനെ നമുക്ക് നന്നായിട്ട് കുറക്കാൻ പറ്റും.
പക്ഷെ അത് ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പം നമ്മളിവിടെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഡോക്ടർ തന്നെയാണ്. അപ്പൊ അത് പേഷ്യന്റിന് തന്നെ ഇതിന്റെ വ്യത്യാസം വരും. അവർക്ക് പിന്നെ ആ പ്രഗ്നൻസി പീരീഡിൽ അലർജി ഉണ്ടായിരുന്നില്ല. അപ്പൊ പ്രീ കൺസെപ്ഷൻ കെയർ നമ്മൾ എടുക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല പ്രോജനിക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അതിലൊരു സംശയമില്ല. നമ്മൾ അതിപ്പോ നമ്മള് ചെയ്യണ അവർക്ക് നമ്മൾ വേറെ ഭയങ്കരമായിട്ടുള്ള മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അവിപത്തി നിത്യവിരേചനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹരിദ്രാകാന്ഡം കഴിക്കാനുണ്ടായിരുന്നു, പിന്നെ പാലിന്റെ പ്രിപ്പറേഷൻസിലൊക്കെ മഞ്ഞൾ ആഡ് ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് അവർക്ക് മെഡിസിൻ പാർട്ട് സിമ്പിൾ ആയിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡയറ്റിൽ നമ്മൾ ഗോതമ്പ് സാധനങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓ ഓ കാരണം അതിന് മിക്കവാറും ആൾക്കാർക്ക് ഗോതമ്പിലൊക്കെ നല്ല അലർജി കാണും. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണ് അഡ്വൈസ് ചെയ്തിരുന്നത്. ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഓക്കെ. ഫലസർപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വിരേചനം. ഈ പ്രീ കൺസെപ്ഷനില് സുകുമാരകൃതാണോ നല്ല ഓപ്ഷൻ, ഫലസർപ്പിസ് ആണോ നല്ല ഓപ്ഷൻ? രണ്ടും കൊടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ കേസ്. വലിയ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ഒരാളെ നമുക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം സുകുമാരൻ കൊടുക്കാം. കുറച്ചും കൂടെ അബോർട്ടീവ് ടെൻഡൻസി കൂടുതലുള്ള പേഷ്യൻസിന് ഫലസർപ്പിസ് ആണ് ഒന്നും കൂടെ ബെനിഫിറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രീ കൺസെപ്ഷൻ കെയർ 3 months തൊട്ട് സ്റ്റാർട്ട് ചെയ്യണോ? 3 months തൊട്ടിട്ട് മസ്റ്റ് ആണ്. മിനിമം 3 ആണ്, പക്ഷെ എപ്പോഴും സേഫർ 6 ആണ്. ഓക്കെ. താങ്ക് യു ഡോക്ടർ. റിയലി നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയി. താങ്ക് യു ഡോക്ടറെ. ഇനി ആരെങ്കിലും ഇവിടെ സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും ഡോക്ടറെ. നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല.